പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ കാലം വീണ്ടും ഒരു റമദാൻ കാലം കൂടി നമ്മിലേക്ക് സമാഗതമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മോടൊപ്പം കോഴിക്കോട് ഖാദിയും SYSൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലൈലി തങ്ങൾ അവർ നമ്മോടൊപ്പം ചേരുകയാണ്. ആത്മീയതയുടെ അമൃതകാലം എന്നുള്ള പ്രമേയവുമായി ബന്ധപ്പെട്ടാണ് ഈ വർഷത്തെ റമദാൻ നമ്മൾ ആചരിക്കുന്നത്. ആ ഒരു പ്രമേയം മുൻനിർത്തിയാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ അത് സംബന്ധമായിട്ട് റമദാനിൽ വിശ്വാസികൾക്ക് നൽകാവുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഒരു റമദാൻ കൂടി നമ്മളിലേക്ക് കടന്നു വരികയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിനരാത്രങ്ങളും പുണ്യകരമായ നിമിഷങ്ങളാണ്. പ്രവർത്തനങ്ങൾക്ക് 10 മടങ്ങ് പ്രതിഫലം ലഭ്യമാകുന്ന, സുന്നത്തുകൾക്ക് ഫർളുകൾക്ക് ധാരാളം ഫർളുകളുടെയും ഒക്കെ പ്രതിഫലം ലഭ്യമാകുന്ന പുണ്യമായ ഓരോ ദിനരാത്രങ്ങൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയിലൂടെ മനസ്സിനെ സംസ്കരിച്ചെടുക്കാൻ, സംശുദ്ധി നേടിയെടുക്കാൻ, കഴിഞ്ഞ കാല പാപങ്ങളൊക്കെ മാപ്പിരക്കാൻ, കാരുണ്യത്തെ തേടാൻ, നരകമോചനത്തിൽ നിന്ന് തേടുന്ന പുണ്യമായ ഓരോ ദിനരാത്രങ്ങൾ. അവലുഹു റഹ്മത്തുൻ ഔസത്തു മഗ്ഫിറത്തുൻ ആഖിറു ഇത്ഖും മിനന്നാർ എന്നാണ്. ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ എന്നുള്ളത് കാരുണ്യത്തിൻ്റെ 10ആണ്. മധ്യ 10 എന്നുള്ളത് മഗ്ഫിറത്തിൻ്റെ 10ആണ്. അവസാന 10 എന്നുള്ളത് നരകമോചനത്തിൻ്റെ 10ആണ്. അതുകൊണ്ടാണ് ഓരോ വിശ്വാസികളും ആദ്യത്തെ 10-ൽ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന് പറയാറുണ്ട്, ദുആ ചെയ്യാറുണ്ട്. ഓരോ നിസ്കാര ശേഷവും പ്രത്യേകം ദുആ ചെയ്യും. നടുവിലെ 10-ൽ അല്ലാഹുമ്മ ഫല്ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് പറയാറുണ്ട്. അവസാനത്തെ 10-ൽ നരകത്തിൽ നിന്ന് മോചനം തേടാറുണ്ട്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വദ്ഖിൽനി ജന്നത യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ ദുആ ചെയ്യാറുണ്ട്, പ്രാർത്ഥന ചെയ്യാറുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഓരോ നിമിഷം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്രതാനുഷ്ഠാനങ്ങൾ, പുണ്യകർമ്മങ്ങൾ, ചര്യകൾ ഇതൊക്കെ നഷ്ടപ്പെടാതിരിക്കാനും കാത്തു സൂക്ഷിക്കാനും പ്രത്യേകം വിശ്വാസികൾ സജ്ജരാവണം, തയ്യാറാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകം പങ്കുവെക്കാനുള്ളത്. മനുഷ്യനെ സംബന്ധിച്ചോളം നമ്മുടെ എത്ര ആളുകൾ ഈ റമദാനിൻ്റെ ഇടയിൽ നമ്മൾ മരണപ്പെട്ടു പോയി. നമുക്ക് അല്ലാഹു നൽകുന്ന ഈ ഒരു അവസരം ഒരു റമദാനിൽ നമുക്കൊക്കെ ശേഷിക്കുമെന്ന് ഉറപ്പ് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ലഭ്യമാകുന്നത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി നിങ്ങളോടും എൻ്റെ നഫ്സിനോടൊക്കെ എനിക്ക് പങ്കുവെക്കാനുള്ളത്. റമദാനിൽ ഓരോ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് തങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയുടെ അമൃതകാലമാണ് വരാനിരിക്കുന്നത്, വന്നു കഴിഞ്ഞിട്ടുള്ളത്. മറ്റന്നാൾ മുതൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാ വിശ്വാസികൾക്കും റംസാൻ ആശംസകൾ നേരുന്നു. നന്ദി.